ഹേയ്! എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ക്രിസ്മസ് സീരീസിൻ്റെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. ബ്ലാക്ക് മൺഡേ ആണ്. ഓഫീസൊക്കെ കടയിൽ തീർന്നു. പക്ഷെ എന്നാലും എന്തെങ്കിലും കിട്ടുമോ അറിയാൻ ചുമ്മാ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. പാവല് പോളണ്ടിലാണ്. സോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ അതിഥിയും കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പുള്ളിക്കാരിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ പതിയെ ബോഡി ഷോപ്പിൽ കയറി. ഇപ്പം ഭയങ്കര തണുപ്പായതുകൊണ്ട് ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അപ്പം നല്ലൊരു ലിപ് ബാം മേടിക്കണമെന്ന് കരുതി. എനിക്ക് ഒരെണ്ണം ഉണ്ട്, പക്ഷെ അതത്ര ഗുഡ് അല്ലായിരുന്നു. അപ്പം ഞാനൊരു ലിപ് ബാം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളുടെ ഇവിടെ ഷ്ട്രുംഫ് ഹോസ് എന്ന് പറയും. അതായത് നമ്മൾക്കിങ്ങനെ തണുപ്പത്ത് സ്കേർട്ടൊക്കെ ഓഫീസിൽ പോകുമ്പോൾ ഇടുമ്പോൾ അടിയിലിടുന്ന ഒരു ലെഗിൻസ് ഇല്ലേ, കട്ടിയുള്ളതുണ്ട്, സിമ്പിളായിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ കിട്ടുന്നൊരു കട. അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പിന്നെ ചുമ്മാ ആക്സസറീസിലൊന്ന് കയറി. അവിടെ ഓഫറുകളുണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ എനിക്കങ്ങനെ മേടിക്കാൻ തോന്നിയില്ല. കാര്യം ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഷോപ്സാണ്. ഇത് സ്യൂരിഹിലെ മെയിൻ സിറ്റിയുടെ സ്റ്റേഷനില്ലേ, ഞാൻ നേരത്തെ ഉള്ള വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഉണ്ട്. അപ്പം സെഫോറയുണ്ട്, ആക്സസറീസ് ഉണ്ട്, ബോഡി ഷോപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയി. അപ്പോഴാണ് ആ സ്പെഷ്യൽ അതിഥി വന്നത്. യെസ്, ബിന്ദിയ. നിങ്ങൾ ബിന്ദിയനെ നേരത്തെ എൻ്റെ വ്ളോഗൊക്കെ തുടങ്ങിയ കാലത്ത്, അതായത് ബ്രേക്കൊക്കെ വന്നതിന് മുമ്പുള്ള ആ കാലഘട്ടങ്ങളിൽ ഞാൻ ബിന്ദിയനെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു വാലൻറ്റൈൻസ് ഡേ വ്ളോഗിൽ. അപ്പം അന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആളെ. പിന്നെ ഈ സ്റ്റേഷനിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നമുക്കൊരു ചൈനീസ് ഷോപ്പ് പോലത്തെ ഒരു ഷോപ്പുണ്ട്. അത് റീസെൻ്റായിട്ട് വന്നതാണ്. പക്ഷേ അവിടെ ഞാൻ ഡയറി മേടിക്കാൻ കരുതാം. ഞാൻ എഴുതുന്നതൊക്കെ ഇവിടെ നിന്നാണ്. കുറേ ഫങ്കി ആയിട്ടുള്ള ഡയറീസ് ഉണ്ട്. പക്ഷേ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വന്നപ്പോൾ ആ ഡയറി ഇരിക്കുന്ന ഇപ്പോൾ ഈ കാണിച്ച പോർഷൻസ് മുഴുവൻ അവർ ക്രിസ്മസിൻ്റെ കപ്പുകളും അതും ഇതൊക്കെ കൊണ്ട് നിറച്ചു. പക്ഷേ അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. ഒറ്റ ഡയറി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതുപോലെ കുറേ പേനകളും അതും ഇതും. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ അവർ ക്രിസ്മസ് സാധനങ്ങൾ കൊണ്ട് നിറച്ചു എന്നുള്ളതാണ്. അപ്പം അവിടെ കയറി ഞാൻ ബിന്ദേനെ ആ ഷോപ്പൊന്ന് കാണിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഒന്നും പറയണ്ട, ഭയങ്കര മഴയായിരുന്നു. ഇവിടെ മഞ്ഞുകാലത്ത് തണുപ്പ് കാലത്ത് ഭയങ്കര മഴയാണ് ചില സമയത്ത്. പക്ഷെ അതുപോലത്തെ ഒരു മഴയുള്ള ഈവനിങ് ആയിരുന്നു. എന്നാലും ഞങ്ങൾ ഇറങ്ങാം എന്ന് കരുതി. അങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു. ഞങ്ങൾ ആ മെയിൻ ബാനോഫ് സ്ട്രാസയിൽ, അതായത് സ്റ്റേഷൻ്റെ മെയിൻ സ്ട്രീറ്റിലേക്ക് നടന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ക്രിസ്മസ് മാർക്കറ്റിൽ പോയപ്പം ഈ സ്ഥലത്ത് കൂടെ നടക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ സ്ഥലമാണിത്. ഒത്തിരി ക്രിസ്മസ് ഷോപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ സ്ട്രീറ്റ് മുഴുവൻ ഗവൺമെൻറ് അവിടെ ഇങ്ങനെ നിറച്ച് ലൈറ്റ്സൊക്കെ ഇട്ട് രസമാക്കി വയ്ക്കും. ആകാശത്തുനിന്ന് സ്റ്റാർസ് തൂങ്ങി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ആ മഴയത്ത് വീട്ടിൽ കുത്തിയിരിക്കേണ്ട ഞങ്ങൾ ഇതേ പുറത്തിറങ്ങി നടന്നു. പിന്നെ വെജിറ്റേറിയൻ ഭയങ്കര ഫേമസ് റെസ്റ്റോറൻ്റായ ഹിൽട്ടണിൽ കയറിയിട്ട് ഞങ്ങൾ ബൊഫെ ഓർഡർ ചെയ്തു, കഴിച്ചു. എന്നിട്ട് പതിയെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.